പ്രധാനമായും വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവേ വരുത്താറുള്ള ചില അബദ്ധങ്ങളുണ്ട്. ഒന്ന്, WDOMSൻ്റെ വെബ്സൈറ്റിൽ സ്പോൺസർഷിപ്പ് നോട്ടിലില്ലാത്ത യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്പോൺസർഷിപ്പ് നോട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഡോക്ടറായി വർക്ക് ചെയ്യാനുള്ള സാധ്യത ഒട്ടുമില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അതിനകത്ത് ബുദ്ധിമുട്ടില്ല. എപ്പോഴും ഇതൊരു റിസ്കി ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലാൻ ബി വേണം. അപ്പോൾ WDOMSൻ്റെ സ്പോൺസർഷിപ്പ് നോട്ടിലുള്ള യൂണിവേഴ്സിറ്റികൾ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട്, നിങ്ങൾ FMG റിസൾട്ട് ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. അതായത് നാളിതുവരെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് FMG പാസിംഗ് ഇല്ല, ഇതുവരെ ഒരു കുട്ടി പോലും പാസ് ഔട്ടായിട്ട് അത് ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളതും. എപ്പോഴും നമ്മൾ ഈ പാസ് ഔട്ടൊക്കെ നോക്കി സെലക്ട് ചെയ്യുമ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും FMG പാസ് ഔട്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ്. വിദേശ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.